കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെയും അണികളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ശശി തരൂർ എംപിയുടെ പുതിയ മോദി സ്തുതി. സ്വതന്ത്ര ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 പ്രമുഖ നേതാക്കളിൽ ഒരാളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ദീപിക ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് തരൂർ മോദിയെ വാനോളം പുകഴ്ത്തിയത്. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ഒപ്പമാണ് തരൂർ മോദിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവരെ ഈ കണത്തിൽ ഉൾപ്പെടുത്താൻ തരൂർ തയ്യാറായിട്ടുമില്ല. മോദി ഭരണത്തിൽ രാജ്യം അമ്പരപ്പിക്കുന്ന പുരോഗതി കൈവരിച്ചുവെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലും മോദി വലിയ വിജയമാണെന്നുമാണ് ലേഖനത്തിലെ മറ്റു വാദങ്ങൾ. ശശി തരൂർ മോദി അനുകൂല നിലപാട് സ്വീകരിച്ച് പാർട്ടിയെ നാണം കെടുത്തുന്നത് ഇതാദ്യമല്ല. മുൻപും പലതവണ പരസ്യമായ മോദി സ്തുതികളിലൂടെ തരൂർ KPCCയെയും AICCയെയും വെട്ടിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നടത്തിയ കൂടിക്കാഴ്ചയെ തരൂർ പരസ്യമായി അഭിനന്ദിച്ചിരുന്നു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്കായി മോദി ശക്തമായി വാദിച്ചുവെന്ന തരൂരിന്റെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് വക്താവ് പവൻ ഖേര ശക്തമായി രംഗത്ത് വന്നു. മോദി പറയാത്ത കാര്യങ്ങൾ പോലും കേൾക്കാനുള്ള അമാനുഷിക ശേഷി തരൂരിനുണ്ട് എന്നായിരുന്നു അന്ന് കോൺഗ്രസ് പരിഹസിച്ചത്. മുൻപ് ഇതേ ദീപിക പത്രത്തിൽ തന്നെ എഴുതിയ ലേഖനത്തിൽ ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കടന്നാക്രമിച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തിയിരുന്നു. അടിയന്തരാവസ്ഥയെ കറുത്ത അധ്യായമെന്ന് വിളിച്ച് സ്വന്തം പാർട്ടിയുടെ ഭൂതകാലത്തെ കുറ്റപ്പെടുത്തിയ തരൂർ BJPക്ക് കോൺഗ്രസിനെ അടിക്കാനുള്ള വടി ദാനം ചെയ്യുകയാണ് അന്ന് ചെയ്തത്. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രശംസിക്കണമെന്ന തരൂരിന്റെ പണ്ടത്തെ നിലപാട് KPCCയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട്. പലതവണ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും തിരുത്താൻ തരൂർ തയ്യാറായിട്ടില്ലെന്നാണ് പുതിയ ലേഖനം തെളിയിക്കുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും പാർലമെന്റിലും പുറത്തും നരേന്ദ്രമോദിയുടെ നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നയിക്കുമ്പോഴാണ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ തരൂർ മോദിക്ക് ഗ്രേറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജവഹർലാൽ നെഹ്റു കെട്ടിപ്പടുത്ത ഇന്ത്യയെ മോദി തകർക്കുന്നു എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ നെഹ്റുവിനൊപ്പം മോദിയെ ഉപമിച്ച തരൂരിന്റെ ശൈലി അണികൾക്ക് ദഹിച്ചിട്ടുമില്ല. ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ മലയാള പരിഭാഷയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന ന്യായീകരണം ഉയരുന്നുണ്ടെങ്കിലും മോദിയുടെ സാമ്പത്തിക ഡിജിറ്റൽ നയങ്ങളെ തരൂർ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നത് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. VD സതീശനെ ഷാജൻ സ്കറിയ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര തർക്കങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പുറത്തു വന്ന തരൂരിന്റെ ഈ മോദി സ്തുതി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തരൂരിന്റെ തുടർച്ചയായ ഇത്തരം വഴിമാറി നടക്കലുകളിൽ ഹൈക്കമാൻഡ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്.